കമോൺ ഗൈസ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു വിശാലമായിട്ടൊരു ക്രിക്കറ്റ് നെറ്റ്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങണമെന്ന് കുറേ കാലമായി ആഗ്രഹിച്ചതാണ്. പക്ഷേ താങ്ക് യു ഗോഡ്, ഇത് കാണാൻ പറ്റി, ചെയ്യാൻ പറ്റി. നമ്മളിത് മാക്സിമം യൂസ് ചെയ്യും. സൂപ്പർ. നമ്മളുള്ളത് സ്ക്വാഡ് ഫിറ്റ്നസ്സിലുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു താത്ത എന്തോ ഒരു കാര്യം പറഞ്ഞു. താത്തക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കച്ചവടം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കുറവാണ്, ഇപ്പൊ കുറവാണ്. ഓക്കെ. മോള് ഇന്നിപ്പോ ഇവിടെ നല്ലൊരു കുക്കിംഗ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് രാത്രി ഇവിടെ കളിയുണ്ട്, പള്ളിക്കൗസാറ് ടീമാണ്. അപ്പൊ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബിരിയാണി ഞാൻ ഉണ്ടാക്കും. തീർച്ചയായിട്ടും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഗൈസ്, സ്ക്വാഡ് ഫിറ്റ്നസ് പുത്തൂർ പള്ളിക്കലാണ് ആക്ച്വൽ പ്ലേസ് അവിടെയാണ്. പുത്തൂർ പള്ളിക്കൽ ടൗണിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ ഉണ്ടല്ലോ തള്ളിയിട്ട്. ഇവിടെ എല്ലാ ഭക്ഷണവും നമ്മളെ താത്ത ഉണ്ടാക്കി കൊടുക്കും. താത്താൻ്റെ തട്ടുകട. ഓക്കെ. അതാരോ കീറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കീറിട്ട്. പക്ഷേ അല്ല, അതുണ്ടാവും സ്വാഭാവികമായിട്ടും, കീറിപ്പോ ഉണ്ടാവും. പിന്നെ അപ്പൊ അത് അങ്ങനെ പോയി. പിന്നെ അതിന്റെ പേരില് ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ തോറ്റു കൊടുക്കൂല. ഗൈസ്, നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും? ബിരിയാണി ഉണ്ടാക്കും, നെയ്ച്ചോറ് ഉണ്ടാക്കും, തേങ്ങാച്ചോറ് ഉണ്ടാക്കും, മന്തി വേണമെങ്കിൽ അത് ഉണ്ടാക്കും. പിന്നെ വേറെ 1-2 ബിരിയാണിന്റെ പേരുകളുണ്ട്. അതൊക്കെ മോളുണ്ടാക്കും. എല്ലാ സാധനം ഉണ്ടാക്കും. പിന്നെ സമൂസ, ചിക്കൻ റോൾ, നമ്മൾ ചോദിച്ചൊക്കെ ഉണ്ടാക്കും. എന്ത് പുട്ടും കടലയും പൊറോട്ടയും ബീഫും. ചെറ്റപ്പുട്ട് ഒരു മോഡലല്ലേ ചെറ്റപ്പുട്ട്, നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ. പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഇറച്ചി പുട്ടൊക്കെ. ഒരു ദിവസം ഞാൻ എന്തായാലും വരും. ഞാൻ ഒക്കെ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് വരുമ്പോ സാധനം ഉണ്ടാവില്ല. എന്നോട് പറയണം, മുൻകൂട്ടി പറയണം. ഞങ്ങൾ ഇത്ര ആളുണ്ട്, അപ്പൊ നിങ്ങൾ ഇത്ര ഫുഡ് ഇവിടെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഫുഡ് ഉണ്ടാക്കാം. ഫുഡും കഴിക്കാം. ഇവിടെ നല്ല ക്രിക്കറ്റും കളിക്കാം, ഫുട്ബോളും കളിക്കാം, ഷട്ടിലും കളിക്കാം, ക്യാരം ബോർഡും കളിക്കാം, വോളിബോളും കളിക്കുവാണെങ്കിൽ. പിന്നെ ഇതിന്റെ അടിയിൽ ഞാൻ ഗോപി ചമ്മണ്ണൂര് പിച്ചിക്കാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗോപി ചമ്മണ്ണൂർ പിച്ചിക്കാട്ട്. മനസ്സിലായി. അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു എമൗണ്ട് ഞാൻ വാങ്ങുന്നുണ്ട്. സജീവായിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്റെ കടയിൽ വരുന്നവർക്ക് സന്തോഷമായ ഭക്ഷണം ഞാൻ ഹാപ്പി ആയിട്ട് പോകണം. അതിന്റെ ഇടയിൽ എനിക്ക് പറ്റുന്നവരെ അവിടെ ഞാൻ സംസാരിക്കും. ആയിക്കോട്ടെ താത്ത, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടല്ലേ എന്നതിന്റെ കൂടെ നിൽക്കണുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബോബി ചമ്മണ്ണൂരിന്റെ ഒരു അടുപ്പാണ് ഇരിക്കുന്നത്. ഓക്കെ. ബോബി ചേട്ടൻ്റെ ഒരു പ്രൊമോഷൻ ആണല്ലോ. ഓക്കെ. ഇതാണോ? ഗ്യാസിൻ്റെ അല്ലേ, കറണ്ടിൻ്റെ അടുപ്പ്. ഓക്കെ. ഇത് സെയിലാക്കാനുള്ള പ്ലാനിലാണോ? ഇതാണ് ഗൈസ് കട. നമ്മളെ താത്തൻ്റെ കടയാണ്. താത്താൻ്റെ കട എന്നല്ല പറഞ്ഞേ, താത്താൻ്റെ തട്ടുകട പുത്തൂർപ്പള്ളിക്കൽ ഇതിൻ്റെ ഉള്ളിലുള്ളത്. സ്ക്വാഡ് ഫിറ്റ്നസ്സിലെ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും. ഇതാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ, ബോബി ചേട്ടൻ്റെ സ്വന്തം അടുപ്പിലെ. ഇത് അലുമിനിയം പാത്രമാണ്. ഒരു കുഴപ്പമില്ല, ഓണാക്കാം. തീർച്ചയായിട്ടും ഓണാക്കിയാൽ ഇത് വെക്കാം. അതേപോലെ മീൻ പൊരിക്കാം, എല്ലാം ചെയ്യാം. ഗ്രില്ല് വെച്ചിട്ട് ഗ്രില്ലില് വരെ മീൻ പൊരിക്കാന്ന് പറഞ്ഞത്. മീൻ തവ മാറ്റി. അല്ല, അത് നമ്മളെ ഇതിപ്പോ ഒരു ചുവപ്പാ വരിക. അതേപോലെ ഈ ചട്ടി, മണ്ണിന്റെ ചട്ടി, മൺചട്ടി വരെ നമ്മൾ വർഷം. തീർച്ചയായിട്ടും. അതേപോലെ ഇത് കഴിഞ്ഞാല് നമുക്ക് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരത്തി വെച്ച ചപ്പാത്തി നമുക്ക് ഈ ഗ്ലാസ് ഇതിൽ വെച്ചാൽ ഇവിടെ തൊട്ടേക്ക് ചൂടുണ്ട്. ഇത്രയും പവറിലാണ് ഇത് വരെ. അതായത് പുൾക്കാന്ന് പറയും നമ്മള്. പുൾക്കറിയോ? ചപ്പാത്തി ഇട്ടിട്ട് നേരെ ഇതിലിട്ടിട്ട് ഇതുമ്മ തന്നെ ഇട്ടിട്ട് ചൂടാം. വെരി ഗുഡ്. മനസ്സിലായ? സൂപ്പർ നന്നായിട്ടുണ്ട്. അതാണ് സെറ്റപ്പ് അല്ലേ അടുപ്പ് ഗൈസ്. നമുക്ക് ഗ്യാസ് ഒന്നും കത്തിക്കണ്ട, തീപ്പെട്ടി വേണ്ട, അടുപ്പ് ഓണാക്കി കറണ്ട് വേണം. പേപ്പർ ഇതുമ്മ വെച്ചിട്ട് സ്വയം കത്തിക്കാം. മനസ്സിലായ? ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പതച്ച് നിൽക്കും. പതച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഒരു പേപ്പർ ഇതുമാണ് കാട്ടിക്കൊടുത്ത കത്തിയോ? ബോബി ചമ്മണ്ണൂരിനില്ല തീയോണ്ടൊരു കളി കണ്ടോ? ബോബി ചമ്മണ്ണൂർ അവരുടെ ഫാൻസ് ആണോ?
കട്ട ഫാൻ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഗോപി ചെമ്മണ്ണൂരിനെ കൊണ്ട് നമ്മളിവിടെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ആ പേരിൽ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. ഗോപി ചെമ്മണ്ണൂരിന്റെ എന്റെ കൂടെ തന്നെ ഒരു 10-20 ആള് ഇപ്പൊ എന്റെ കയ്യില്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എന്റെ പേര് പോലും എനിക്ക് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ അതില് കട്ടക്ക് സപ്പോർട്ടാണ്. ഞാൻ മിഞ്ഞാന്ന് ഒരു വരുമാനം വാങ്ങി 1852 രൂപ ഞാൻ വാങ്ങി. ഇങ്ങനെ ഞാൻ വാങ്ങുന്നുണ്ട്. ഇതില് ചിലവര് പറയും അതൊക്കെ തട്ടിപ്പാ. ഒരു തട്ടിപ്പില്ല. ചെമ്മണ്ണൂരിന് ഒരു തട്ടിപ്പിന്റെ ആവശ്യമില്ല. ചെമ്മണ്ണൂര് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണ്. സോ നിങ്ങൾ ബോച്ചന്റെ ഫാനാണ് ഞാൻ. ഞാൻ ഗോപി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ 1ാം റാങ്ക് വാങ്ങണം എന്നുള്ള ഒരു നടക്കാണ് ഞാൻ. അത് ഞാൻ വാങ്ങിയിരിക്കും. 13 റാങ്ക് അടിച്ചാൽ നമുക്ക് ഒരു കോടികൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്കുള്ള പൈസയാണ് അത്. ഗോപി ചെമ്മണ്ണൂരിന്റെ പരസ്യകാരത്തെയാണ് ഞാൻ നല്ല സ്റ്റൈലിൽ തന്നെ നടക്കല്. ഒരാളെടുത്ത് വർക്കിന് പോകുമ്പോ നമ്മൾ അങ്ങനെ ഇങ്ങനെ പോകാൻ പാടില്ല. കറക്റ്റായിട്ട് രീതിയിൽ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി നല്ല സക്സസോടുകൂടി സത്യസന്ധതായ ഒരു ബിസിനസ്സാണ് ഇതിൽ. കള്ളത്തരല്ല. നമ്മളൊരു ചെറിയ എമൗണ്ട് ഇറക്കണുള്ളൂ. നമ്മളെ വീട്ടിൽ വേണ്ട സാധനമാണ് വാങ്ങുന്നത്. പുറത്ത് കൊണ്ടുപോയി വിൽക്കണ്ട. ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നോട്ട് കോൺടാക്ട് ചെയ്യാം. കമന്റ് അടിക്കുക ഗൈസ്. നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ വരും. ഏത് ബോംബെയിലായാലും ഖത്തറിലായാലും നാച്ചുറലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇങ്ങ இருக்கிறது. ബിഗ് ഫുട്ബോൾ ഗ്രൗണ്ട്സ്. ഐ തിങ്ക് സെവൻസ് ഗ്രൗണ്ട് ആൻഡ് ഗാലറി இருக்கு. guys, full naturally attached. மாவு தேங்காய் எல்லாமே இருக்குது.